ഉപ്പാക്ക് തീരെ വയ്യാത്തോണ്ട് എൻ്റെ ഉപ്പ കുറെ വേദന സഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാനെ സഹായിക്കണം. ഇതുവരെ ഞങ്ങൾ നാട്ടുകാരെ സഹായം കൊണ്ടൊക്കെയാണ് ഇതുവരെ ചികിത്സ ഒക്കെ നടന്നത്. എൻ്റെ മക്കൾക്ക് എൻ്റെ പല തിരിച്ചു വേണം. അതിൽ നിങ്ങളെല്ലാവരും സഹായം ഞങ്ങൾക്ക് വേണം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ആഷിഫ് മന്ദലാവുന്നാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവ് അടുത്ത് മണിയറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള കബീർക്കാടെ ദയനീയാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ലെൻസിൽ ക്യാൻസറാണ്. 6 മാസത്തോളമായിട്ട് അദ്ദേഹം ഈ ക്യാൻസറിന് വേണ്ടി ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 8 ലക്ഷത്തോളം രൂപ ഇതുവരെ അവർ ഈ ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഈ നാട്ടുകാരും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരൊക്കെ സഹായിച്ചിട്ടാണ് ഇതുവരെ ചികിത്സ മുമ്പോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പൊന്നു മോള് ആ ഉപ്പാക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ മോള് 4.5 വയസ്സ് മുതൽ കിഡ്നി പേഷ്യൻ്റ് ആണ്. അതിനു വേണ്ടിയുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രായം വരെ ഇനിയും ഒരുപാട് കാലം ആ കുട്ടിക്ക് ഈ കിഡ്നി സംബന്ധമായിട്ടുള്ള ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു മോളാണ് ഈ ഉപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഒരു കാരണവശാലും ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കഴിയാവുന്ന രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇനി ഇവരെ കുറിച്ചിട്ട് കൂടുതൽ നമ്മളെ കൂടെ സലീം കോടത്തൂരുണ്ട്, അദ്ദേഹം പറയുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഈ കബീർക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ ക്യാൻസറിന് ചികിത്സയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇവർ കഴിയുന്ന ആളുകളിൽ നിന്നൊക്കെ കുടുംബക്കാരിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിർവാഹമില്ലാത്തതിൻ്റെ പേരിലാണ് നമുക്ക് മുമ്പിൽ ഇവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഈ മോളും കുറേ കാലമായിട്ട് കിഡ്നിയുടെ അസുഖമായിട്ട് ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിൻ്റെ തുടർ ചികിത്സ ഉണ്ടാകും. അതിന് തന്നെ മാസത്തിൽ ഒരു നല്ല ചിലവുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ സഹായമില്ലാതെ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം പകരാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇത് കണ്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങളാൽ കഴിയുന്ന ചെറുതും വലുതുമായ തുക നൽകി ഈ കുടുംബത്തെ സഹായിക്കണമെന്നും കബീർക്ക് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും അഭ്യർത്ഥിക്കുകയാണ് വിനീതമായിട്ട്. തീർത്തും അർഹതപ്പെട്ടൊരു കുടുംബമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ 2 കുട്ടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഉപ്പായം നമുക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കബീർക്കാടെ ചികിത്സ പരിപൂർണതയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന 100-200 രൂപയൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇവിടെ അക്കൗണ്ട് നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. ആ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.